ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ട്രേഡ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന ഓപ്പറേറ്റേഴ്സിൽ കാണാൻ പറ്റും. ഒരു ട്രേഡ് ഞാനിവിടെ നോക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞുതരാം. സോ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ട്രെൻഡ് ലൈനാണ്. ഓക്കെ, ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈനിൽ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടെയും റെസിസ്റ്റൻസ് എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് മാത്രമല്ല, ഇവിടുത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ്, അതായത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ സ്ട്രക്ചറാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ദെൻ അടുത്തതായിട്ടൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കാരണം കൃത്യമായിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ലോസ് ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് പ്രീവിയസ് ആയിട്ടുള്ള ലോസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്താണ് ഈ ഒരു സ്ട്രക്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഞാൻ മെയിനായിട്ട് ഞാൻ നോക്കിയിട്ടുള്ളത് ഈ ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ടാണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലാണ് ഞാൻ എൻ്റെ എൻട്രി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക് നമ്മൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു 0.618 ലെവൽ, ഓക്കെ, ഫിബൊനാച്ചി 0.618 ലെവലിൽ നമുക്കൊരു എൻട്രി കിട്ടുന്നുണ്ട്. ആൻഡ് അത് ആ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ്. ആൻഡ് നമുക്കൊരു 0.27 ലെവലിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു 2.98 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. ആൻഡ് കൂടെ കാണാൻ പറ്റും നമ്മൾ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ട്രിഗർ ആയിട്ടില്ല. ആൻഡ് ഏത് രീതിയിലാണ്, സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു അനാലിസിസ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ളൊരു അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ആൻഡ് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു ട്രേഡ് ഇവിടെ വിൻ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്തി ആ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടാണ് പ്രൈസ് താഴേക്ക് പോയിട്ടുള്ളത്. ആൻഡ് അവിടെ ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ് താഴേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ ഇന്നലെ രാത്രിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നലെ രാത്രി ഈ ട്രേഡ് എടുത്ത് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഏകദേശം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഏകദേശം ഒരു $305 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 25,000 രൂപയോളം നമുക്ക് ഈ ഒരു ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ട്രേഡിൽ ഞാൻ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഒരു കോൺസെപ്റ്റും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻസ് ആൻഡ് ആ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു ട്രേഡിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ പറഞ്ഞു വരുന്നത് നമുക്ക് ഒരുപാട് ഫാൻസി സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ട്രേഡ് ചെയ്യാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്. സോ ഹാപ്പി ട്രേഡിങ്. നാളത്തെ വീഡിയോയിൽ കാണാം.